സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, വിജയിപ്പിക്കണം. ഇത് ഒരാൾക്കും വന്നൊരാൾക്കും ഇത് ബോറടിക്കുകയോ അങ്ങനെയുള്ള ഒരു വിഷയമില്ല. അപ്പോൾ ത്രില്ലിംഗ് മൂവിയാണ്. എല്ലാവരും ദയവ് ചെയ്ത് പുതിയ ആളുകളാണ് അഭിനയിച്ചിരിക്കുന്നത്, എല്ലാം പുതിയ ക്രൂ മെമ്പേഴ്സാണ്. ഇത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള ഒരു സിനിമയാണോ? തീർച്ചയായിട്ടും അല്ല. മുസ്ലിം സമുദായത്തിന് എതിർപ്പുള്ള ഒരു സിനിമയല്ല. സിനിമ എന്താണ്, കാരണം നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് മതവും രാഷ്ട്രീയവും പറയാതെ ഒരു സംഭവം പറഞ്ഞു പോകാൻ പറ്റില്ല. ഇതൊരു ആനുകാലികമായ വിഷയം നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു. മുസ്ലിം സ്ത്രീകൾ അടിമത്തം അനുഭവിക്കുന്നതായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയല്ല. കാരണം മുസ്ലിം സ്ത്രീകൾ കൂടുതലും വീട്ടിൽ ഇന്നും അടിച്ചമർത്തപ്പെട്ട നിലയിലാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റം ഉൾക്കൊള്ളട്ടെ, കാരണം അവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, ഈ സിനിമ വിജയിക്കുക. ചെറിയൊരു സിനിമയാണ്, അപ്പോൾ എല്ലാവരും വന്ന് കാണണം. ഇതിന് പർദ്ദ ഊരി കത്തിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, അങ്ങനെയല്ല. അത് അടിമത്തത്തെ ഒഴിവാക്കുന്നതാണോ? അങ്ങനെ ഉദ്ദേശിച്ചല്ല. പർദ്ദ ഊരി അതായത് അത് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു സംഭവമാണ്. അല്ലാണ്ട് നമ്മൾ അതിനൊരു വിവാദം ഉണ്ടാക്കാനോ മറ്റുള്ള ഒരു കാര്യത്തിനും ചെയ്തതല്ല. അതാ സിനിമ കാണുമ്പോൾ അറിയാം. പക്ഷേ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഇത് വിജയിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അത് അങ്ങനെ നമ്മൾ വിവാദം ഉണ്ടാക്കാനും, നമ്മളൊരു നല്ലൊരു സിനിമ ചെയ്തു, ആ സംതൃപ്തിയുണ്ട്. ആ സിനിമ എല്ലാവരും വന്ന് കാണണം, കണ്ട് ഈ സിനിമ ഒരു വൻ വിജയമാക്കി തരണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അത് മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം സമുദായം, അതായത് മുസ്ലിം സമുദായം തന്നെ കൽപ്പിച്ചു കൊടുത്തൊരു സംഭവമാണ് ഫസഹ്. പക്ഷെ അത് എന്തോ ആളുകൾക്ക് അറിയുന്നില്ല, അതുകൊണ്ടിട്ടാണ്. പക്ഷെ നമ്മളിതിൽ പറഞ്ഞു പോകുന്നുണ്ട്. സിനിമയ്ക്ക് ആവശ്യമായതുകൊണ്ട് മാത്രം പറയുകയാണ് ആ ഒരു സബ്ജക്റ്റ്. സിനിമ കണ്ടാലറിയാം. കാരണം നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യവും പറഞ്ഞിട്ടില്ല. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, സിനിമയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്നത്. അച്ചാമേധം കണ്ടിറങ്ങിയ വ്യക്തിയാണ് ഞാൻ. അത് നല്ലൊരു പടമാണത്. എൻ്റെ ക്യാമറ വർക്കും അതേപോലെ കോസ്റ്റ്യൂംസ്, BGM എല്ലാം നന്നായിട്ട് തന്നെ ഈ പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാരാണെന്നുള്ളൊരു നമുക്ക് തോന്നുന്നില്ല. പുതിയ ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. നല്ലൊരു പടമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്ത് കണ്ടാൽ. സിനിമകൾക്ക് കൊടുക്കുന്ന അതേ ഒരു പ്രോത്സാഹനവും സപ്പോർട്ടും നമ്മുടെ സിനിമയ്ക്കും തരണം. എല്ലാവരും വന്ന് കാണണം, നല്ലൊരു സിനിമയാണ്. കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയണം. നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ കണ്ടവരെല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണ് തന്നേക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ചിലർക്ക് ഒരു അവ്യക്തത ഉണ്ട്. ലൈക്ക് ഫസഖ് എന്ന് പറയുന്ന ഒരു വിഷയം ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു എൻ്റർടൈനറാണ്. ആക്ച്വലി നമ്മൾ ഇന്നത്തെ സിനിമകളിൽ എന്താണോ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചത്. കൂടെ അത് നമ്മൾ ഇൻറ്റൻഷ്യലി വരുത്തുന്നതല്ല, കൂടെ സ്ക്രിപ്റ്റിൽ ഉണ്ടാകുന്ന ഒരു മെസ്സേജ്, അത്രേ ഉള്ളൂ. ചില കാര്യങ്ങൾ ചിലർക്ക് ഇപ്പോഴും അറിയില്ല ഈ ഫസഖ് എന്താണ്. ഞങ്ങളിപ്പോൾ പലരും ഈ സ്ക്രിപ്റ്റിംഗ് സമയത്തും അതുപോലെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഫസഖ് അതെന്താ സാധനം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ മെസ്സേജ്. ഫസഖ് ചൊല്ലിയ ഒരു സ്ത്രീയെ തിരിച്ച് തലാക്ക് ചെല്ലണമെന്നുള്ളൊരു അഭിപ്രായം അതിനകത്ത് പറയുന്നുണ്ട് ക്യാരക്ടർ, അല്ലേ? അത് ആ ഒരു പുരുഷ മേധാവിത്വമാണോ കാണിക്കുന്നത്? അതാ പറഞ്ഞത്. അത് ആ ക്യാരക്ടറിന്റെ മെയിൽ ഷോവിനിസം കാണിക്കുകയാണ് വീണ്ടും. കാരണം അങ്ങനത്തെ മെയിൽസ് ഉണ്ട്, അങ്ങനത്തെ മെയിലുണ്ട്. ആ മെയിലിൽ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീ വരുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീ നമ്മുടെ മുകളിൽ വരുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്ത് കൊള്ളണമെന്നില്ല. അപ്പം ആ ക്യാരക്ടർ ആർക്കെങ്കിലും അതുണ്ട്. ബേസിക്കലി അയാളൊരു എന്താ പറയുക, ഒരു മാസ്കുലിനിറ്റി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ലൈക്കിനോ മെയിൽ ഷോവിനിസം കാണിക്കുന്ന ഒരാളാണ്. മറ്റൊരാൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ തൻ്റെ മകളിൽ അല്ലെങ്കിൽ താൻ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ പോവുക എന്ന് പറയുന്ന ആ കഥാപാത്രം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്ത്രീയെ ഒരു അടിമയായി കാണുന്ന അഷ്റഫ് എന്നൊരു ക്യാരക്ടറാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അത് കഥാപാത്രമാണ്. ഞാൻ സ്ത്രീയെ അടിമയായിട്ട് കാണുന്ന ആളൊന്നുമല്ല. ഓക്കെ, എനിവേ, അപ്പോൾ ആ ക്യാരക്ടർ അവർ ബിൽഡ് ചെയ്യുന്ന ഒരു ആർക്കുണ്ട്. കാരണം ആ ക്യാരക്ടർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ക്രിപ്റ്റിലും ഈ സിനിമയിലും. ആ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള മെസ്സേജും അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റ് സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് വരുമോ? മുസ്ലിം സമുദായത്തിന് എതിരായിട്ട് എങ്ങനെയാണ് വരുന്നത്? അവിടെ ഉള്ള ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലോ, അവരെ പുസ്തകത്തിൽ എഴുതിയിരിക്കപ്പെടുന്ന ഒരു ലോ, അത് പുറത്ത് കാണിക്കുകയാണ്. ഇങ്ങനത്തെ സംഭവം ഉണ്ട്, നിങ്ങളത് അറിവില്ലെങ്കിൽ അല്ലെ അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനോ എതിരല്ല ഈ സിനിമ. ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അങ്ങനെ ഒരിക്കലും ഈ പടത്തിൽ ഒന്നും എക്സസൈസ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് തുറന്ന് കാണിച്ചു എന്ന് മാത്രം. 5-ാം വേദം എന്നൊരു ടൈറ്റിൽ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. ആകെ 4 വേദങ്ങളേ ഉള്ളൂ. എങ്കിൽ പോലും 5-ാം വേദം എന്ന് പറഞ്ഞാൽ പുതിയൊരു
നമ്മൾ ഉണ്ടാക്കുകയാണ്. അതായത് അതിനകത്ത് ദൈവം, മതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെ എന്ന് പറയുന്നതാണ് അഞ്ചാം വേദം എന്നുള്ള ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടിമത്വം എന്നുള്ള കാര്യം നമ്മളിപ്പോൾ അതൊരു വലിയ ചർച്ചയായിട്ട് എടുക്കേണ്ട കാര്യമല്ല. കാര്യം നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എല്ലാവരും ഈക്വാലിറ്റിയാണ്. ആണ്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ സിനിമ ചില കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടി പറയുന്നു. ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകൾക്ക് അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ പോലും ചില ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനെതിരെ നമുക്ക് പർദ്ദ ഊരി കത്തിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് ആ അടിമത്തം നമ്മൾ പിച്ച് ചീന്തുന്നതായിട്ടാണോ? അങ്ങനെ ഇത് പറയാൻ പറ്റില്ല. അത് കഥാപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് ആ സിനിമയിൽ പർദ്ദ കത്തിക്കുന്നതെന്ന്. നമ്മളങ്ങനെ ഒരു അടിച്ചേൽപ്പിച്ച് അങ്ങനെ പറയുന്നത് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ കഥയ്ക്ക് അനിവാര്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സ്ത്രീ അടിമത്തം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സ്ത്രീകൾക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യങ്ങൾ അതിനെ മറച്ചു വയ്ക്കുകയും പുരുഷൻ്റെ മേൽക്കോയ്മയ്ക്ക് താഴെ സ്ത്രീയെ എന്നും തളച്ചിടുകയും വേണമെന്ന് വാശി പിടിക്കുന്ന പുരുഷ സമൂഹത്തിനെതിരെയുള്ള ഒരു മെസ്സേജ് പോലെയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള ഒരു സിനിമയാണോ? മുസ്ലിം സമുദായത്തിന് എങ്ങനെ എതിരാവും എന്നെനിക്കറിയില്ല. ഒരിക്കലുമല്ല. കാരണം ഇസ്ലാം മതം എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഡയറക്ടർ ഈ ഒരു സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും പറഞ്ഞു എന്ന് എനിക്ക് അങ്ങനെ അഭിപ്രായം എനിക്കില്ല. അത് കാണുന്നവർക്കും അത് മനസ്സിലാവേണ്ടതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ നീതി ഉണ്ട്. ഏത് ജാതി മതത്തിലാണെങ്കിലും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫസഖും സ്ത്രീകൾക്ക് അനുവദിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിയമമാണ് എന്ന് ജനസമൂഹത്തിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി തന്നെയായിട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അതിന് മേമ്പൊടിയായിട്ട് കൊറോണയും രാഷ്ട്രീയവും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ കൊറോണ സമയത്തുണ്ടായിരുന്ന ഒരു സംവിധാനങ്ങളും അതെല്ലാം അതിന് യോജിച്ചു വരുന്നു. തീവ്രവാദം ഉൾപ്പെടെ അത് ഒരു കഥയ്ക്കത് ആവശ്യമായതുകൊണ്ട് അതങ്ങനെ വരുന്നു എന്നുള്ളത് മാത്രമാണ്.